എടാ ചേട്ടാ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. മറ്റേ അവൻ എവിടെ അവൻ ഞാൻ വേറെ എവിടെ റിവൈവ് ആയി വന്നു കേട്ടോ, അവനെ കാണാനില്ല. മറ്റേ മരുന്ന് ഭയങ്കര കുറച്ചാൽ ഭയങ്കര പവർ. ഇനി 600 മീറ്റർ വേണം. മയിലിടാ മോളിട്ട് കയറാൻ പറ്റില്ലടാ. ഞാൻ താഴെ വീരും. ഇത് ഇങ്ങോട്ട് തന്നെ പോവാനുള്ള വഴി മാറി കിടക്കണ. ഏത് വഴി ഇത് പോവാനുള്ള? നേരെയല്ലേ പോവാനുള്ള? അത് നേരെ. എടാ ഈ വഴി അല്ലല്ലേ, ഈ നോക്കട്ടെ അങ്ങോട്ട് പോയി നോക്കാം. ചിലപ്പോൾ വളഞ്ഞങ്ങനെ പോകണ്ട. ആ വളഞ്ഞങ്ങനെ നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. ഇതൊക്കെ പൊട്ടിക്കട്ടെ ചിലപ്പോൾ യൂസ് ആവുന്നുണ്ടെങ്കിൽ. ഓടെ ഈ വഴി ഇനി കണ്ട വളഞ്ഞ് ഇങ്ങനെയാണ് തോന്നുന്നു. ഇത് കയറണോ? ഇത് ഒരുപാട് പൊക്കില്ല, എനിക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഏത് വഴി ഇനി പോകണ്ട? എടാ ഇതിൻ്റെ മുകളിൽ ഞാൻ എങ്ങനെ കയറും? ചേട്ടാ എനിക്ക് മനസ്സിലാവില്ല, എൻ്റെ മോളിൽ ഞാൻ എങ്ങനെ കയറായി? അതിൻ്റെ മോളിൽ കയറാൻ വഴി വല്ലതും ഉണ്ട്? അങ്ങോട്ട് പോയി നോക്കാം ചേട്ടാ, അങ്ങോട്ട് പോയി നോക്കാം. ഇത് വഴി കയറാൻ കാണിക്കണേ. ഇതെങ്ങനെ ഞാൻ കയറും? ഇത് ഇത്രയും വലിയ മല എനിക്ക് കയറാൻ ഓപ്ഷൻ കാണിക്കണല്ലേ? കണ്ട ഇത് അങ്ങ് എൻഡിൽ ഇത് വേറെങ്ങാട്ടാണ് പോകണ്ട. ഇനി അതുവഴി വന്ന വഴി അങ്ങനെ മാറിപ്പോയോ? തിരിച്ചൊന്ന് പോയി നോക്കട്ടെ, തിരിച്ചു പോയി നോക്കട്ടെ. അതുകൊണ്ട് ഇതുവഴിയാണ് കയറി വെക്കണം, ഇതുവഴിയാണ് കയറി വെക്കണം.
ഇത് എങ്ങനെ പിടിച്ച് കയറണം? എടാ ഓത്തടത്ത് വഴിയില്ലടാ, ഈ കുണ്ണയിടത്ത് ഇത് എന്തൊരിടം? എടാ ഇത് വഴിയില്ലടാ. ഇത് പൊട്ടിക്കാൻ പറ്റും. അതുവഴി പോയി നോക്കാം, അതുവഴി പോയി നോക്കാം. ഞാനിപ്പോൾ എവിടെ ഉള്ള, ഞാനിപ്പോൾ എവിടെ ഉള്ള ചാറ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ഏതായിട്ടാ? ഫാസ്റ്റ് ട്രാവൽ ചെയ്യുക, അത് തന്നെ. ഈ മുമ്പേ വഴി കൂടെ നടന്നു പോയ വഴിയും കാണാൻ പറ്റാനുള്ള വഴിയില്ല അവിടെ. ഒരു ഇടത്തോടെ ഞാൻ ചെന്ന് കയറി അവിടെ വഴിയില്ല, കണ്ട. ഇത്രയേ ഉള്ളൂ. ഇത് ഫാസ്റ്റ് ട്രാവൽ ചെയ്തിരിക്കുന്നു. ഞാൻ ദൂരെ എവിടെ ആയിപ്പോയി. മറ്റില്ല ഏതൊരു കുണ്ണ എന്നെ ഒന്ന് അടിച്ചില്ല, വലിയ പവറുള്ള. അതിനുശേഷം ഞാൻ വേറെ എവിടെ പെട്ടുപോയി. അവിടെ തിരിച്ചു വരാൻ വഴിയില്ല. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോളോ എടാ, ഈ സെൻസ് സൊസൈറ്റിയിൽ നിന്നുള്ള അടുത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഇനി വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തിരക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് എത്തിയപ്പോൾ ചോദിച്ചേക്കണം, എൻ്റെ ഇൻവിറ്റേഷൻ നീ അക്സെപ്റ്റ് ചെയ്തോ റോവർ എന്നാണ് ചോദിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി സംസാരിക്കാം അവൻ്റെ അടുത്ത്. അവൻ്റെ പേര് എന്തില് ലിറോങ് എന്നാണ് അവൻ്റെ പേര്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലിറോങ്ങിൻ്റെ കൂട്ടുള്ള ഒരു കൊച്ചുകുട്ടി അവൻ്റെ മോളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവള് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഞാനും അവനും കൂടെ സംസാരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ച് ചച്ചാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ലിറോങ് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ പേടിക്കണ്ട, ഇത് വില്ലനൊന്നും അല്ലെന്നാണ് പറഞ്ഞേക്കണം. അപ്പം എന്തായാലും നോക്കാൻ ചാറ്റ്. അവൻ്റെ മോളാണ്. അവളെ പേരെന്തിരി യുവാൻ യുൻ അങ്ങനെ എന്താണ് അവളെ പേര്. എടാ, മുമ്പ് അവൻ്റെ മോളെ നഷ്ടപ്പെട്ടേണ്. അപ്പം ഒരിക്കൽ കൂടെ അവളെ നഷ്ടപ്പെടുത്തില്ല. അപ്പം ഇവൻ സെൻസ് സൊസൈറ്റിയിൽ അങ്ങനെയാണ് അവന്മാരുടെ സഹായത്തോടെ ഇവളെ തിരിച്ച് വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. എന്തായാലും നോക്കാം. എടാ, ലൈവ് ഇവിടെ 34 മിനിറ്റ്. ഓക്കെ, എടാ ലൈവ് ആണ്. നല്ല ലൈക്ക് അടിച്ചാ, എല്ലാം ലൈക്ക് അടിച്ചാണ്ടാ. Is it not? And you
Yes, you too can be reunited with your loved ones. Just come join us. അവൻ്റെ ഡോക്ടർ മരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നോക്കട്ടെ. No, she didn't. She was never gone. അവൾ മരിച്ചിട്ടില്ല. Can't you see? Yuan, she's still alive. Alive and well. അവൻ പറയണത് ഞാൻ ചോദിച്ചാൽ അവൻ്റെ മോള് മരിച്ചു പോയാണ്. അപ്പം ഇല്ല, മരിച്ചില്ലെന്ന് പറഞ്ഞവൻ കിടന്ന് ഭയങ്കര ഇതിലാണ് പറയണത്. എന്തായാലും നോക്കാം. അവൻ്റെ മോള് ചോദിക്കണ അവൻ എന്ത് പറ്റിയെന്നാണ്. അവൻ എന്ത് പറ്റി? അവന് വയ്യെന്ന് തോന്നുന്നു കേട്ടാ. ഇനി അവനൊരു ഡോക്ടറിനെ കണ്ടുപിടിച്ച് കൊടുക്കണം. എന്തായാലും സഹായിക്കാം. അവനൊന്നും വേണ്ടതാണ്. അവൻ്റെ എന്ത് പെട്ടെന്നൊരു മാറ്റം. അവന് പെട്ടെന്നൊരു മാറ്റം. അവനവൻ്റെ മോളെ വിട്ട് പിരിയാൻ വയ്യ. ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ മോളെ കാണാൻ പറ്റുള്ളൂ. വെച്ചാൽ അവൻ്റെ മോളെ ഏതെങ്കിലും കുണ്ണ പിടിച്ചോണ്ടോ നമുക്ക് സംശയം. അവന് സംശയം. മനസ്സിലായില്ലേ? വില്ലന്മാരൊന്നേ അവളെ തട്ടിക്കൊണ്ട് പോകുന്നത് സംശയം. ഒരു അവളെ തട്ടിക്കൊണ്ട് പോയല്ലേ. അപ്പോൾ എന്തായാലും നോക്കാം. പക്ഷേ ഇവന് വയ്യ. അപ്പോൾ ഇവൻ എന്തായാലും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി പറ്റും. വേണം അവൻ്റെ മോളെ കൂടെ കൊണ്ടുപോകാം അങ്ങോട്ട്. ഇവൻ പെട്ടെന്ന് അവൻ്റെ മോളെടുത്ത് ഭയങ്കര ദേഷ്യത്തിലൊക്കെ അവൻ്റെ ഒരു പെട്ടെന്ന് അവൻ്റെ ചേഞ്ചായി. അവൻ്റെ ഒരു സ്വഭാവം തന്നെ അങ്ങ് ചേഞ്ചായിപ്പോടാ. കണ്ടില്ലേ? പെട്ടെന്ന് അവൻ്റെ സ്വഭാവം അങ്ങ് മാറി. അപ്പം ഇവളെ അച്ഛൻ യുവൻ വിളിച്ചുകൊണ്ട് ദേശത്തെ എടാ ഒരു നേരത്തെ ഭയങ്കര മര്യാദ സംസാരിച്ചിട്ട് പെട്ടെന്ന് അവന് ദേഷ്യവും കയറുന്നു. അവൻ എന്തിനാ എനിക്ക് തോന്നണം അവൻ്റെ ഉള്ളിൽ എന്തിനാ ഈവിൾ ശക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തിനാ അവൻ്റെ മോൾ എന്തിനാ റിക്കവർ തിരിച്ച് കണ്ടുപിടിക്കാൻ പോയ സമയത്ത് അവൻ്റെ ദേഹത്ത്